കയറുന്നു. ഇന്നത്തെ PT സൂപ്പറായിരുന്നു. PT സാർ നമ്മളെ ഒരുപാട് കളികൾ കളിപ്പിച്ചു. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. എന്നാടാ നീ ആലോചിച്ചിരിക്കുന്നത്? നിനക്ക് എന്ത് പറ്റി? ഓ, അത് നെക്സ്റ്റ് പീരീഡ് ആ വെറുപ്പിക്കൽ മാഷിന്റെ ക്ലാസ് അല്ലേ? ആര്? മോഹനൻ മാഷോ? അതോ? ആ മോഹനൻ മാഷ് ഒരു പാവമല്ലേ? പാവം മാഷ് നന്നായിട്ട് പഠിപ്പിക്കുമല്ലോ. ഓ, എന്തോ എനിക്ക് ആ മാഷിനെ തീരെ ഇഷ്ടമല്ല. അതെന്താ? അതോ, എൻ്റെ അമ്മ എന്നോട് മാഷ് പഠിപ്പിച്ച പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. അതിന് നീ എന്തിനാ മാഷിനെ വെറുക്കുന്നു? ഞാൻ അമ്മയോട് പറയും ആ മാഷ് പഠിപ്പിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലെന്ന്. അത് നീ ശ്രദ്ധിച്ചിരിക്കാനിട്ടല്ലേ? എടാ, അത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ അമ്മ ആ മാഷിനെ ഒരുപാട് കുറ്റം പറയും. അമ്മ എന്നോടൊപ്പം നിൽക്കും. എന്നെ വഴക്ക് പറയില്ല, അടിക്കില്ല, ഒന്നുമില്ല. നിന്റെ അമ്മ എൻ്റെ അമ്മയെയും വിളിച്ച് മോഹൻ മാഷിനെ ഒരുപാട് കുറ്റം പറയും. എനിക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമാടാ. ഞാൻ പഠിച്ചില്ലേലും അമ്മ എന്നെ ഒന്നും പറയില്ല, മാഷിനെ വഴക്ക് പറയും. ആ മോഹനൻ മാഷിനെ എനിക്കിഷ്ടമാണ്. നമ്മൾക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും, നല്ലതുപോലെ പഠിപ്പിക്കും. നീ ഒന്ന് പോടാ. എനിക്കിപ്പോൾ എന്ത് സുഖമാണെന്നോ. എൻ്റെ അമ്മ അടുത്ത വർഷം മാഷിൻ്റെ ക്ലാസ്സിൽ നിന്നും മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ അമ്മ എൻ്റെ അമ്മയെയും വിളിക്കും. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയും, നിന്റെ അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാടാ നിന്നെ വളർത്തുന്നത്. നിനക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ച് നന്നായി പഠിച്ചുകൂടെ? നീ ഒന്ന് പോടാ. എനിക്കിപ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയുമോ? അതെന്താ? അത് ഞാൻ എന്നും വൈകിട്ട് ചേട്ടന്മാരുടെ കൂടെ കളിക്കാൻ പോകും. ഒന്നും പഠിക്കണ്ട. അങ്ങനെ അവൻ മോഹൻ മാഷിൻ്റെ മാത്രമല്ല വേറെ ഒരു ക്ലാസ്സിലും ശ്രദ്ധിക്കാതെയായി. അപ്പോഴെല്ലാം അവൻ വളരെ ഗ്ലൂമിയായി കാണപ്പെട്ടു. എടാ, നമ്മുടെ ഫ്രണ്ട് നാണു എന്ത് പറ്റി? നാണു 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 നിങ്ങൾക്ക് എന്ത് വേണം? എനിക്കിപ്പോൾ നല്ല നല്ല സമാധാനമുണ്ട്. എൻ്റെ കയ്യിൽ നല്ല മിഠായിയുണ്ട്. നിങ്ങൾക്കും ഞാനത് തരാം. നിങ്ങൾക്കും എന്നെപ്പോലെ സന്തോഷമായിരിക്കാൻ. നമ്മുടെ മാതാപിതാക്കൾ മോഹൻ മാഷിനെ കുറ്റം പറഞ്ഞോളും. എടാ, നമുക്ക് ഭക്ഷണവും കഴിക്കണ്ട, മിഠായി മാത്രം കഴിച്ചാൽ മതി. എടാ, ഇത് മിഠായിയല്ല, മധുരത്തിൽ പൊതിഞ്ഞ ലഹരിയാണ്. കഞ്ചാവടങ്ങിയ അത്യാപത്തിൻ്റെ ലഹരി. നീ ഇത് ഉപേക്ഷിക്കൂ. ഇത് കഴിച്ചാൽ നിനക്ക് നിൻ്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും നഷ്ടമാകും. അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം കൂടൂ. നമുക്ക് വീണ്ടും കളിക്കാം, പഠിക്കാം, ആർത്തുല്ലസിക്കാം. ആണോ? എനിക്ക് ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ലടാ. ഞാനും നിങ്ങളോടൊപ്പം കൂടാം. അരുതേ, നമ്മളാരും കഞ്ചാവെന്ന മാസ്മരിക വലയിൽ വീഴരുതേ. വേണ്ട, ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. ഞങ്ങൾ ഈ സമൂഹത്തിന് മാതൃകയായി നല്ല കുട്ടികളായി ഞങ്ങളുടെ ഗുരുനാഥനോടൊപ്പം പോകുന്നു. അലസത ചെകുത്താൻ്റെ പണിപ്പുരയാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. മാതാപിതാ ഗുരു ദൈവം.